എനിക്കിപ്പോ ദൂരേന്ന് കാണുമ്പോ ഒരൊറ്റ പല്ലല്ലേ കാണുന്നുള്ളൂ. ഒന്ന് ചിരിച്ചേ. അയ്യോ, 2 എണ്ണം ഉണ്ടത്. 2 എണ്ണം വെരി സ്ട്രോങ്. അതെ അതെ, വെരി സ്ട്രോങ്, എക്സ്ട്രാ സ്ട്രോങ് ആണ്. ഇതെന്താ ഇപ്പൊ ഇംഗ്ലീഷ് പറയുന്നേ? എനിക്കിപ്പോ ഞാനിപ്പോ പാരീസ് റോം സെലംസ് പോയിട്ട് വന്നപ്പോ സോറി. ഇനി മലയാളം പറയണമെങ്കിൽ 1 മാസവും കൂടി എടുക്കും. ഒന്ന് സെറ്റായി വരണം ഇവിടത്തേക്ക്. മക്കളെ, നീ സുന്ദരിയായിട്ടുണ്ട് കാണാൻ. നല്ല രസമായിട്ടുണ്ട്. അതായത് ഡ്രസ്സും മറ്റേ എന്താണ് മുടിയുടെ ഹെയർ സ്റ്റൈലും ഒരു രക്ഷയില്ല, ഒരു നിവർത്തിയില്ല. ഞാൻ അവിടെയൊക്കെ പോയപ്പോ, വിദേശത്തൊക്കെ പോയപ്പോ ആകെ ഒറ്റ വാക്കേ ചോദിക്കുന്നു, പാർവണ എവിടെ, പാർവണ എവിടെ. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്താ പ്രശ്നം ചോദിച്ചു. അപ്പൊ അല്ല, അവിടെ വലിയ അടിയാണല്ലോ, മറ്റേ ഇവാൻ കുട്ടനും പാർവണയും മറ്റേ ഇവരും ഒക്കെ ആയിട്ട് ഭയങ്കര അടിയാണല്ലോ. എന്താണ് അവരാണ് പ്രശ്നം. ഞാൻ പറഞ്ഞു കേട്ടോ, ഞാനത് പറഞ്ഞു, അവരത് മനസ്സിലാക്കി. ഇല്ലായിരുന്നെങ്കിൽ അവരെല്ലാം കൂടെ ഇങ്ങോട്ട് വരാനിരിക്കായിരുന്നു. തെറ്റിദ്ധരിച്ചേനെ. വല്ലതും കഴിച്ചോ ഇന്ന്? എന്ത് കഴിച്ചു? അതിന്റെ കൂടെ മഞ്ഞ കളറിലൊരു സാധനം ഇല്ലായിരുന്നു? മഞ്ഞ കളർ സാധനല്ല, കറിയാ. അതെ, ആ സാധനം തന്നെ കഴിച്ചോ? കഴിച്ചല്ലോ. ഈ പണിയാ. എന്താ? ഞാൻ ഒന്നും പറയുന്നില്ല, പാടി കഴിഞ്ഞിട്ട് പറയാം. പാടി കഴിഞ്ഞിട്ട് പറഞ്ഞണമെന്ന് പാടി കഴിഞ്ഞിട്ട് പറയാം. പറയണേ. ഏതാ പാടുന്നേ? കണ്ണനെന്ന് പേര്. കണ്ണനെന്ന പേര് എന്റെ 2 കുഞ്ഞാവക്കും വേണ്ടി. രേവതിയാണോ നാള്? പിന്നെ അവന്റെ നാള് തിരുവോണം. പക്ഷെ ഇവിടെ ഒരു രേവതിക്കാരനുണ്ട്. ഇതെന്റെ പാട്ടായത്. അല്ല, പക്ഷെ ചിത്രമല്ലേ ഇത് വടിയേ. കുട്ടൻ എന്ന പേര്, രേവതി നാള്, ഉയരങ്ങളിൽ ഉയരാനൊരു രാജയോഗം. രാജയോഗം കുറച്ച് സത്യം ഉണ്ട് അതിനകത്ത്. ചിലപ്പോ ഒക്കെ ഒരു രാജയോഗം ഉണ്ട്. മക്കളെ, എന്തോ കലക്കല്ലത്. ഇതെങ്ങനാ ഇത് പാടുന്നേ? ഇത് ഒരു കൊറേ പ്രാവശ്യം കേട്ടിട്ട് ഞാൻ പാടും. എന്നാലും ഇങ്ങനൊക്കെ എങ്ങനെ പാടുന്നേ? 4-5 വട്ടം കേട്ടതാണ് ഈ പാട്ട്. 5 അല്ല 50 ആണേലും ഇങ്ങനെ പാടാൻ പറ്റും? അതാ ഞാൻ ചോദിച്ചു. അതിങ്ങനെ പഠിച്ചാലും ഇങ്ങനെ പാടാൻ പറ്റും? അതാണ് ഞങ്ങളുടെ ചോദ്യം. എനിക്കാവുന്നതുകൊണ്ട്. ഇത്ര കൊച്ചിലെയൊക്കെ ഇങ്ങനെ നിന്നങ്ങ് പാടി അങ്ങ് തകർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങനെ? ഞാൻ ചോദിക്കുന്നത് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ മനസ്സിൽ വരുന്ന ഒരു ചോദ്യമാണ്. ഇതെങ്ങനെ ഈ കൊച്ചിന് പാടാൻ പറ്റും? അത് ചില പ്രേക്ഷകർക്ക് ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. നിങ്ങളത് കാര്യമാക്കണം, പേടിക്കാനൊന്നുമില്ല.